2026 ജനുവരി 9 ഇന്ന് ജനനായകൻ കാണാനിരിക്കുകയായിരുന്നു. ജനനായകൻ ഇല്ല എന്നറിഞ്ഞപ്പം നമുക്ക് നമ്മുടെ പ്രഭാഫിൻ്റെ ചിത്രം കണ്ടാലോ എന്നൊരു ആലോചന. അങ്ങനെ രാജാസാബ് എന്നല്ലേ ചിത്രത്തിന് പേര് പോലും ഓർമ്മയില്ലടേ. കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു മാറി. കാരണം ഇതുപോലൊരു പടം കണ്ട് തലവേദന എടുത്തൊരു ചിത്രമില്ല എനിക്ക് തോന്നുന്നു. പല ചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നന്നായി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് പ്രഭാഫിൽ നിന്ന് നമ്മൾ ബാഹുബലി സ്റ്റൈലൊക്കെ ആയിരുന്നു പ്രഭാഫിൽ നിന്ന് പ്രതീക്ഷിച്ച് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭേദമില്ല. ഇത് മൊത്തമായിട്ട് പ്രഭാഫ് തന്നെ അഭിനയിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം ആദ്യത്തെ സ്റ്റണ്ട് സീനൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പ്രഭാഫല്ല മാസ്റ്റർമാർ തന്നെയാണ് ഇത് അഭിനയിക്കുന്നത്. കാരണം പ്രഭാഫിൻ്റെ തല വെട്ടി മാറ്റിയതാണ് നമുക്ക് കൃത്യം മനസ്സിലാവും. സാങ്കേതികമായിട്ട് നമ്മളും പ്രേക്ഷകരും ഒത്തിരി വളർന്നിരിക്കുന്നു എന്ന് പാപം ഈ നിർമ്മാതാക്കളും ഈ അണിയറ പ്രവർത്തകരും ഒക്കെ എന്നാ മനസ്സിലാക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. സ്റ്റണ്ട് ഫീനും പാട്ട് ഫീനൊക്കെ എന്ന് പറഞ്ഞാൽ ബഹു രസമാണ്. കോമഡി എന്ന് പറയുന്നത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന കോമഡികളാണ്. കോമഡി ഹൊറർ ചിത്രമായിട്ടാണ് പറയുന്നത്. ഈ പാട്ട് ഫീൻ എന്നൊക്കെ പറയുന്ന പ്രഭാഫ് ഒരിടത്ത് നിന്ന് അഭിനയിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ അഭിനയിച്ച പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിനെത്രമേ പാട്ട്. ഒത്തിരി പാട്ടുകൾ, എണ്ണാൻ പറ്റാത്തത്ര പാട്ടുകൾ. അതിനകത്ത് പ്രഭാഫ് ഒരു വശത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നു, നായിക ഒരു വശത്തൂടെ പോകുന്നു. എന്തിനിത്? 3 നായികമാർ. മാളവിക മോഹനാണ് ഇതിനകത്തെ നായിക. അതാണ് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യം. പിന്നെ സഞ്ജയ് ദത്തുണ്ട്. എന്തിന് സഞ്ജയ് ദത്തൊക്കെ എനിക്കറിയില്ല. ഹൊറർ എന്ന് ഉദ്ദേശിച്ച സഞ്ജയ് ദത്തും ബാക്കിയുള്ളവരും ഉദ്ദേശിച്ചാണ്. ഹൊറർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. എന്തിനിത് ഹൊറർ കോമഡി എന്ന് പേരിട്ടെന്ന് എനിക്കറിയില്ല. ഇനിയും തെലുങ്ക് മനസ്സിലാകുന്നവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം. ഇനി ചിലപ്പോൾ അവർക്ക് ഈ കോമഡിയൊക്കെ കണ്ട് പൊട്ടി ചിരിച്ച് ചിലപ്പം ശ്വാസം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ഏതായാലും മലയാളികളായ നമുക്ക് ഏതായാലും രസിക്കത്തില്ല. ഇതിൻ്റെ തുടക്കമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ എന്തിനിത് പറയുന്നു, മാരുതി എന്ന് പറയുന്ന ഒരാളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 350 കോടി മുടക്കി ഈ ചിത്രം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാണ് 350 കോടി ഉണ്ടെങ്കിൽ എത്ര പടം സംവിധാനം ചെയ്യാൻ പറ്റിയേനെ, എത്ര പടം നിർമ്മിക്കാൻ പറ്റിയേനെ അല്ലേ? ഇത് ചുമ്മാ അത് വെള്ളത്തിൽ കലക്കി കളയുന്നത് പോലെ ഉണ്ട്. 350 കോടി ഒന്നും ഇന്നും ഇല്ലേ? എനിക്കറിയുമില്ല. നമുക്ക് കൃത്യമാണ്. എന്നാൽ 350 കോടി മുടക്കി പ്രഭാഫിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ കേട്ട ഒരു വാർത്തകളെന്ന് പറയുന്നത് അദ്ദേഹം ബാഹുബലി ശേഷം അഭിനയിക്കുന്ന എല്ലാ ചിത്രങ്ങളും മോശം അഭിപ്രായമാണ്. കാരണം പ്രഭാഫിൻ്റെ ചിത്രം എന്നത് കാണുമ്പോഴത്തേന് അദ്ദേഹത്തെ സ്റ്റണ്ടൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് പ്രഭാഫല്ല അഭിനയിക്കുന്നതെന്നുള്ളത് പണ്ടുതൊട്ടേ വ്യക്തമാണ്. അദ്ദേഹത്തിന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ വയ്യ, ശരീരം അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെയാണ് അന്ന് പ്രചരിച്ച വാർത്തകൾ. അത് ശരിവെക്കുന്ന കാര്യം തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് വ്യക്തമാണ് പാട്ട് ഫീനകത്ത് അദ്ദേഹം ഇല്ല, ആക്ഷൻ രംഗങ്ങളില്ലാത്തൊന്നും അദ്ദേഹം ഇല്ല. പലയിടത്തും തല വെട്ടി മാറ്റിയ രംഗങ്ങൾ. ഇത് കാണാൻ വേണ്ടി എന്തിനടി കാശ് മുടക്കി പോകുന്നത്? അതല്ല, ഈ പടത്തിൻ്റെ പ്രീമിയർ ഷോ കാണാൻ വേണ്ടി 1000 രൂപയൊക്കെ ഗവൺമെൻറ് ഈടാക്കിക്കളാൻ പറഞ്ഞ് ഗവൺമെൻറ് ഉത്തരവൊക്കെ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഭയങ്കര പടമാണെന്നൊക്കെ വിചാരിച്ചു. എന്താടേ 3 മണിക്കൂർ. എനിക്കിത് കണ്ടപ്പം തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, 3 എന്നുള്ളത് ഒരു 2 മണിക്കൂറെങ്കിലും ആക്കി തന്നെ. 2 മണിക്കൂറല്ല, ഒരു 1.5 മണിക്കൂർ ആക്കി തന്നാലും വേണ്ടില്ല. നമ്മൾ ഈ കാശുമൊക്കെ മുടക്കി ഈ ചിത്രത്തിന് പോയതിന് ശേഷം ഇൻ്റർവ്യൂലാകുമ്പം ഇറങ്ങി വരാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ കാശിൻ്റെ വില നമുക്കല്ലേ അറിയാവുള്ളൂ. അപ്പം സഹിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ചിരിക്കാനുള്ള വക കിട്ടും. സിനിമയിലെ കണ്ട് ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഇവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ട് നമുക്ക് ചിരിക്കാം. കാരണം പ്രഭാഫിൻ്റെ തല വെട്ടി വെക്കുന്നതും പ്രഭാഫിൻ്റെ പിക്കും എന്ന് വേണ്ട എല്ലാം കോമാളിത്തരമാണ്. ഇനി അതാണോ പടം കോമഡി ഹൊറർ എന്നുദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. സമുദ്രക്കനിയുണ്ട്, ഒത്തിരി 3ഓളം നായികമാരുണ്ട്. പിന്നെ പ്രഭാഫിൻ്റെ പിന്നെ പ്രഭാഫിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പ്രഭാഫ് ബാഹുബലി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒറ്റ ചിത്രങ്ങൾ നന്നായി എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ആദിപുരുഷൊക്കെ വന്നു അതിലും കോമഡി.
ഒറ്റ ചിത്രങ്ങൾ ഓർത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ എനിക്കൊന്ന് കൽക്കി എന്ന് പറഞ്ഞ പടം വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കി എല്ലാ പടവും അത് ബോറായിരുന്നു. പക്ഷെ കോടികൾ മുടക്കിയാണ് ഈ ചിത്രങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ഇപ്പം സൂപ്പർ നടന്മാരുടെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിരിക്കുക. കോടികൾ മുടക്കി ചിത്രം എടുക്കും. നമ്മൾ ലാലേട്ടനും പറ്റിയില്ലേ, ഋഷഭ എന്ന ചിത്രം ഇതിനെടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഇത് 350 കോടി മുടക്കി എന്ന് പറയുന്നത്. ഇതിൻ്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റിരിക്കുന്നത് 180 കോടി രൂപയ്ക്കാണെന്ന് പറയും. അതുപോലെ ഇതിൻ്റെ പ്രീഫെയിൽ ആദ്യത്തെ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 28 കോടിയോളം ഉണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളെപ്പോലെ സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്തോ വലിയൊരു സംഭവമാണ്, 350 കോടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്നൊക്കെ പ്രതീക്ഷയാണ് പോകുന്നത്. അത് തന്നെയല്ല, പ്രഭാഫ് എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബാഹുബലി തന്നെയാണ്. ആ മഫിലൊക്കെ പിടിച്ച് പ്രഭാഫിൻ്റെ ഒരു വരവ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ. പക്ഷെ അതൊക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നുള്ളത് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്തിനാടേ ഈ പ്രഭാഫെ ഈ വേഷം കിട്ടുന്നത് അല്ലേ? ഇനിയും പ്രഭാഫിൻ്റെ ചിത്രം കാണാൻ പോകുമ്പം നമ്മൾ 2 വട്ടം ഒന്ന് ആലോചിക്കും. എല്ലാ പടത്തിനും പോയി കൈ കൊടുക്കത്തില്ല. കാരണം കാശ് പോകുന്നതല്ല പ്രശ്നം. കാരണം ഈ 3 മണിക്കൂറൊക്കെ ഇതിനകത്തിരുന്ന് നമുക്ക് തലവേദന എടുപ്പിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് ഒറ്റ രംഗങ്ങൾ പോലും മനസ്സിൽ നിൽക്കുന്നില്ല. ഇതിനകത്തെ കോമഡി രംഗങ്ങൾ നമുക്ക് കോമഡി ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെയാണ് അവസ്ഥ. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപക്ഷെ തെലുങ്ക് പ്രേക്ഷകർക്ക് ഇത് ഒരുപക്ഷെ രസിക്കുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ 100% ഉറപ്പുണ്ട് മലയാള പ്രേക്ഷകർക്ക് ഒരു തരത്തിലും രസിക്കില്ല. കടക്ക് പുറത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും എന്ന് തന്നെ തോന്നുന്നു. അതാണ് അവസ്ഥ. രാജാഫാം അല്ലേ, രാജാഫാം എന്ന ചിത്രം എന്താ പറയുക, ഒരു പിടിയില്ല. ഏതായാലും ചിത്രം കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. പ്രഭാഫിൻ്റെ കടുത്ത ആരാധകർക്ക് പോലും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രഭാഫിനെ സംബന്ധിച്ച് ഈ മഫിൽ പിടിച്ച് നിൽക്കുന്ന പ്രഭാഫിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഇച്ചിരി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രഭാഫിന് പറ്റില്ല. കാരണം കോമഡി ആക്ഷൻ ിലൂടെയൊക്കെ ഹൊറർ, എന്തിനീ ഹൊററൊക്കെ ചേർത്തിരിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നാണ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആരെങ്കിലും പടം കണ്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. പ്രഭാഫേ, ഇങ്ങനെയൊരു ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. ആദ്യമേ എനിക്ക് തോന്നുന്നു 9-ാം തീയതി നല്ല ദിവസം ആകാത്തതുകൊണ്ടായിരിക്കാം ജനനായകൻ തിയേറ്ററിൽ നിന്ന് മാറിയല്ലേ. അത് തന്നെ വലിയ കാര്യം. ഇനിയും പുതിയ പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരാൻ കിടക്കുകയാണ്. ജനനായകൻ വരാൻ കിടക്കുന്നു, യാഷിൻ്റെ പുതിയ ചിത്രം വരാൻ കിടക്കുന്നു. ഇതൊക്കെ എന്തായി തീരുമോ എന്തോ. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.